കോൺഗ്രസ് പാർട്ടിയെ നിശിതമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിന്റെ ഭരണ മികവിൽ നക്സലിസം തഴച്ചു വളരുകയാണ് ഉണ്ടായത്. 60 വർഷം രാജ്യം ഭരിച്ച പാർട്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? മാവോയിസ്റ്റുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് കോൺഗ്രസിന്റെ നയങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. വികസനത്തിന്റെ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലായും നക്സലിസം തഴച്ചു വളർന്നതും. അതിന് വെള്ളവും വളവും നൽകിയത് കോൺഗ്രസ് പാർട്ടിയാണ്. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. സ്ഥിതിഗതികൾ അതിവേഗമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. മാവോയിസ്റ്റ് മേഖലകളിൽ മാറ്റത്തിന്റെ ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണ് എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നത്. ബിലാസ്പൂർ ജില്ലയിലെ മെഹ്ബാഗ്ത ഗ്രാമത്തിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെ നയങ്ങൾ കാരണം ഛത്തീസ്ഗഡ് ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ നക്സലിസത്തിന് പ്രോത്സാഹനം ലഭിച്ചു. വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഏതു പ്രദേശമാണോ അവിടെയാണ് നക്സലിസം തഴച്ചു വളർന്നത്. എന്നാൽ 60 വർഷം രാജ്യം ഭരിച്ച പാർട്ടി എന്താണ് ചെയ്തത്? അത്തരം ജില്ലകളെ പിന്നോക്ക ജില്ലകളായി പ്രഖ്യാപിക്കുകയും ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. മാവോയിസ്റ്റ് ആക്രമണത്തിൽ നിരവധി അമ്മമാർക്ക് അവരുടെ പ്രിയപ്പെട്ട മക്കളെയും നിരവധി സഹോദരിമാർക്ക് അവരുടെ സഹോദരങ്ങളെയും നഷ്ടപ്പെട്ടു. മുൻ സർക്കാരുകളുടെ നിസ്സംഗത എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയായിരുന്നു. കോൺഗ്രസ് സർക്കാർ ദരിദ്രരായ ആദിവാസികളുടെ സൗകര്യങ്ങൾ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല. ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ കീഴിൽ ഛത്തീസ്ഗഡിലെ സ്ഥിതി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കാരണം നക്സൽ ബാധിത പ്രദേശങ്ങളിൽ സമാധാനത്തിന്റെ ഒരു പുതിയ യുഗം ദൃശ്യമാവുകയാണ് എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഛത്തീസ്ഗഡ് സന്ദർശിക്കാൻ ഇരിക്കെ തന്നെ ഏകദേശം 50 മാവോയിസ്റ്റുകൾ കീഴടങ്ങിയെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ബിജാപൂർ ജില്ലയിലാണ് സുരക്ഷാ സേനയ്ക്ക് മുന്നിൽ ആയുധങ്ങൾ വെച്ചുകൊണ്ട് മാവോയിസ്റ്റ് സംഘം കീഴടങ്ങിയത്. സംസ്ഥാന പോലീസിലെയും അതുപോലെ കേന്ദ്ര റിസർവ് പോലീസ് സേനയിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മുന്നിലാണ് മാവോയിസ്റ്റുകൾ എത്തിയിരിക്കുന്നത്. വനവാസി സമൂഹത്തെ ചൂഷണം ചെയ്യുന്നു, അതുപോലെ സംഘത്തിനുള്ളിൽ തന്നെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് മാവോയിസ്റ്റ് സംഘം കീഴടങ്ങിയതെന്ന റിപ്പോർട്ടുകളാണ് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം സുക്മ ബസന്തർ മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 11 സ്ത്രീകൾ ഉൾപ്പെടെ 18 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചിരുന്നു. അതിർത്തി സുരക്ഷാ സേനയും പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലായിരുന്നു ഏറ്റുമുട്ടൽ നടന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.